കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ പുതുവത്സര പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടൽ തണ്ണീർത്തട സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം. കണ്ടൽ കാടുകൾ വെട്ടി നശിപ്പിച്ച് ആണ് പുതുവത്സര ആഘോഷത്തിന് വേദി ഒരുക്കുന്നതെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നു. രമ്യ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആരുണ്യ, ഇത് അല്പസമയക്ക് മുമ്പാണ് ഈ സരോവരം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇവിടെ തുടങ്ങിയത്. അതായത് ഈ കാലിക്കറ്റ് ട്രേഡ് സെന്റർ നിൽക്കുന്നത് തണ്ണീർത്തടത്താണ്. കൂടാതെ തന്നെ ഇവിടെ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് മാസങ്ങൾ തന്നെയായി ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. അതായത് ഈ കോഴിക്കോടിന്റെ ജലയറിയാണ് ഈ കോട്ടുള്ളി തണ്ണീർത്തടം എന്നുള്ളത്. അതായത് സരോവരം പാർക്കിന് സമീപമുള്ള കോട്ടുള്ളി തണ്ണീർത്തടം അതായത് കോഴിക്കോടിന്റെ ജലയറിയാണ്. ഇവിടെ ഇത്തരത്തിൽ അനധികൃതമായ കയ്യേറ്റങ്ങളോ അല്ലെങ്കിൽ അതായത് ഈ കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സരോവരം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കുറെ കാലമായി നടക്കുന്നുണ്ട്. ഇതിന്റെ ബാക്കിയാണ് ഇപ്പോൾ അതായത് ഇന്ന് ട്രേഡ് സെന്ററിൽ ഇത്തരത്തിലൊരു പുതുവത്സരവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ട്രേഡ് സെന്റർ നിലനിൽക്കുന്നതും ഈ തണ്ണീർത്തടം നികത്തിയ സ്ഥലത്താണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ കുറച്ചു കാലങ്ങളായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി സ്ഥലം പരിശോധിച്ച് ഇത് പൂർവ്വസ്ഥിതിയിലേക്കാക്കണം, അതായത് നികത്തിയ തണ്ണീർത്തട മേഖലകളെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഇതൊന്നും പാലിക്കപ്പെടാതെ ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു പുതുവത്സര പരിപാടികൾ നടത്താൻ അനുവദിക്കില്ല. അതായത് സ്റ്റാറ്റ്യൂട്ടറി പൊസിഷൻ നിലനിർത്തണം, അത് അധികാരികൾ ഇതിന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പൊസിഷൻ പാലിക്കുന്ന ഈ ട്രേഡ് സെന്റർ നടത്തുന്ന പരിപാടി ഇവിടെ അനുവദിക്കില്ല. കാലിക്കറ്റ് ട്രേഡ് സെന്റർ തണ്ണീർത്തടം നികത്തി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണം. ഈ ഉടമയെ അതായത് ഈ കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ ഉടമയെ അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇന്ന് പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്പം സമയങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം. അത് നേരത്തെ തന്നെ ഇവർ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ ഈ കാലിക്കറ്റ് ട്രേഡ് സെന്റർ നിലനിൽക്കുന്നത് ഇത്തരത്തിൽ തണ്ണീർത്തടം നികത്തി ആ സ്ഥലത്താണ്. അപ്പോൾ ഇത്തരത്തിൽ ഇത് അനുവദിക്കില്ല. ഈ ഒരു പ്രശ്നം തന്നെ ഇവർ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ തണ്ണീർത്തടവും അതുപോലെ ജനങ്ങളുടെ സ്വൈര്യജീവിതവും താർക്കിക്കപ്പെടരുത് എന്നുള്ള ആവശ്യമായിട്ടാണ് ഇത്തരത്തിൽ ഈ സമരസമിതി മുന്നോട്ട് വന്നിട്ടുള്ളത്. വ്യവസായവൽക്കരണം വേണം, പക്ഷേ ജീവജാലങ്ങളുടെ പ്രാണൻ എടുത്തുകൊണ്ടാവരുത്. കോട്ടുള്ളി തണ്ണീർത്തടം ഒരിക്കലും മറ്റാത്ത മേഖലയാണ്. ഇത് കോഴിക്കോട് തന്നെ ശുദ്ധജലങ്ങളുടെ ഒരു കലവറയാണ്. ഇത് ഇത്തരത്തിൽ നികത്തുകയും ഈ കണ്ടൽക്കാടുകൾ ഉൾപ്പെടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടിന്റെ പ്രകൃതി തന്നെ നശിച്ചു പോകും തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കുറച്ച് അല്പസമയങ്ങൾക്ക് മുൻപാണ് ഇവിടെ പ്രതിഷേധം തുടങ്ങിയിട്ടുള്ളത്. ഈ പ്രതിഷേധത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ജീജാബായി ഇവിടെയുണ്ട്. നമുക്ക് നമ്മളോട് സംസാരിക്കാം. ആണ് നിങ്ങൾ ഈ സ്ട്രൈക്ക് തുടങ്ങിയത്? ഞങ്ങൾ 6 മണിയാവുന്നു. 6 മണിക്ക് തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് ലൈവിലാണ്. ഓക്കെ, ഞങ്ങൾ 6 മണിക്ക് തുടങ്ങിയതാണ്. ഇവർക്ക് ശരിക്കും ലൈസൻസ് ഇല്ല. അതിനെതിരെ ഈ പരിപാടി നടത്തരുതെന്ന് കോടതിയിൽ ഉത്തരവുണ്ട്. അപ്പോൾ പിന്നെ കോർപ്പറേഷനോട് പറഞ്ഞ കോടതി സ്റ്റേ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ആവശ്യമായ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നടത്താവൂ എന്ന്. പക്ഷേ ഇവർ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഉത്തരവിനെ മറികടന്നാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. പോലീസ് കുറെ കാലമായിട്ട് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ തണ്ണീർത്തടം നികത്തി ഈ പ്രശ്നങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ തുടർച്ചയെന്നോണല്ലേ? അതിന്റെ തുടർച്ചയെന്നോണാണ് ഈ ജില്ലാ കളക്ടർ ഉൾപ്പെടെ വന്നിട്ട് പഴയ സ്ഥിതിയിലേക്ക്, അതായത് ഈ തണ്ണീർത്തടം നികത്തിയ ഭാഗങ്ങളെല്ലാം പഴയ സ്ഥിതിയിലേക്ക് ആക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതെല്ലാം അതൊന്നും അവരതിനെതിരെ കോടതിയിൽ പോവുകയാണ് ഉണ്ടായത്. ഇത് പറഞ്ഞിട്ട് പറയാം. അരുണി, ഇപ്പോൾ നമ്മളിത് പറഞ്ഞ പോലെ തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു പരിപാടി, അതായത് ട്രേഡ് സെൻറ്ററിൽ ഇപ്പോൾ നടക്കുന്ന ഈ പുതുവർഷ പരിപാടികൾ ഇവിടെ നടത്താൻ അനുവദിക്കില്ല. കാരണം ഇവിടെ കളക്ടർ ഉൾപ്പെടെ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെയാണ് ഇത്തരത്തിൽ ഈ പരിപാടി നടക്കുന്നത് തുടങ്ങിയ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം ഈ സരോവരം പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അരുണി. ശരി, രമ്യദാസാണ് കോഴിക്കോട് നിന്നും വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിച്ച് പുതുവത്സര പരിപാടി നടത്തുന്നതിനെതിരെയാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് പോലീസും എത്തിയിട്ടുണ്ട്. രമ്യദാസാണ് വിവരങ്ങൾ നൽകിയത്.